ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഇത് സൂപ്പർ ടേസ്റ്റ് ആണെന്നും പറയുന്നില്ല, പക്ഷേ എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു ടേസ്റ്റാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗാണിത്. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഫസ്റ്റ് നമുക്കൊരു പൗഡർ തയ്യാറാക്കിയെടുക്കണം. ഇവിടെ 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. ആദ്യം മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് വറുത്തതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലോട്ടാക്കി കൊടുക്കാം. പിന്നെ ഒരു 5 മിനിറ്റ് ഇതൊന്ന് വറുത്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ലോ ഫ്ലെയിമിൽ നമുക്കിതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ വറുത്തെടുക്കണം. ഇപ്പോൾ ഇത് നല്ലൊരു കളറായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ നല്ലപോലെ ലോ ആക്കി കൊടുത്തിട്ടുണ്ട്. 10 മിനിറ്റോളാണ് ഇത് വറുത്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് 2.5 കപ്പോളം പാലൊന്ന് ചൂടാക്കാനായിട്ട് വെക്കണം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ചേർത്ത് കൊടുക്കണം. ഇവിടെ 8 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തീ മീഡിയം ഫ്ലെയിമിലോട്ടാക്കി നമുക്ക് ഈ പാലൊന്ന് കുറുക്കിയെടുക്കണം. ഒരു 1/4 കപ്പോളം പാലൊന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ 2.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതൊരു 2.25 കപ്പ് ആവുന്നത് വരെ ഒന്ന് കുറുക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്തിട്ടുള്ള പൗഡറാണിത്. ഇതിലേക്ക് ഒരു 3/4 കപ്പോളം പാല് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കുറേശ്ശെ പാലൊഴിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറുക്കി വെച്ചിട്ടുള്ള പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്. നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഈ കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല പോലെ തിക്കാക്കിയിട്ട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കുറച്ച് ലൂസായിട്ട് തന്നെ വേണ്ടത്, എന്നാൽ നല്ല പോലെ ലൂസാവാനും പാടില്ല. നമുക്ക് കോരി കഴിക്കുന്നൊരു പാകമാണ് വേണ്ടത്. ഇനി ഇത് തണുത്താൽ ഒന്നും കൂടി ഒന്ന് കട്ടിയാവും. അപ്പോൾ ഈ കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെയറിന് വേണ്ടിയിട്ട് നമുക്ക് ബിസ്ക്കറ്റ് വേണം. ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇവിടെ ഹോർലിക്സിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് അവൈലബിളായി കിട്ടുന്ന ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും ഇതിലേക്ക് എടുക്കാം. ഇനി ഓരോ ബിസ്ക്കറ്റും നമുക്ക് പാലിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം പുഡിംഗ് ട്രേയിലോട്ട് വെച്ച് കൊടുക്കാം. അതിന് മുകളിലായി നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ പുഡിംഗ് കൂട്ടൊഴിച്ച് കൊടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നട്ട്സോ അല്ലെങ്കിൽ ഉണക്കമുന്തിരി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. പുഡിംഗ് കഴിക്കുമ്പോൾ ചെറുതായിട്ട് നട്ട്സൊക്കെ ഇങ്ങനെ കടിക്കാനുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് വീണ്ടും ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം. ബിസ്ക്കറ്റ് ഇവിടെ ചെറിയ പീസാക്കിയിട്ടാണ് നെക്സ്റ്റ് ലെയറിൽ വെച്ച് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് തന്നെ വെച്ച് കൊടുത്തോളൂ കേട്ടോ. നമ്മുടെ ആദ്യത്തെ ലെയർ എങ്ങനെയാണോ ഉണ്ടാക്കിയത് അതുപോലെ തന്നെ ബിസ്ക്കറ്റ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തോളൂ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പുഡിങ്ങിൻ്റെ കൂട്ടൊഴിച്ച് കൊടുക്കാം. പിന്നെ നട്ട്സ് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇവിടെ 3 ലെയറാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊരു 4 മണിക്കൂറെങ്കിലും ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ നല്ല പോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. ഇങ്ങനെ കോരി കഴിക്കുന്ന വിധത്തിലായിരിക്കും. ഇങ്ങനെ കഴിക്കാനാണ് ഇത് ടേസ്റ്റ്. ഇനി അതല്ല, കട്ട് ചെയ്യുന്ന വിധത്തിലാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടി ബിസ്ക്കറ്റൊക്കെ ആഡ് ചെയ്ത്, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ എന്നുള്ള ഗോതമ്പ് പൊടി 1.5 ടേബിൾ സ്പൂൺ ആക്കിയിട്ടോ നമുക്ക് തിക്കാക്കിയുള്ളൊരു പേസ്റ്റ് ആക്കിയിട്ട് ഒഴിച്ച് കൊടുത്ത് സെറ്റാക്കാൻ വെച്ചാൽ നല്ല പോലെ സെറ്റായി കിട്ടും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇത് കുറച്ച് കാരമലൈസ്ഡ് നട്ട്സ് ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു പുഡിംഗാണിത്.
ഇനി വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.